ഇന്നത്തെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇന്ന് മൊത്തം മഴയായിരുന്നു. മഴയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വല്ലാത്ത മഴ. റോഡ് പണി നടക്കുന്നു. അപ്പോൾ നമുക്ക് ഊഹിക്കാമല്ലോ റോഡ് പണി നടക്കുന്ന സമയത്ത്. കാരണം ഒരു സൈഡിലൊരു ചെറിയ തോടുണ്ട്. അപ്പോൾ അതിന് ഇങ്ങനെ കല്ല് കെട്ടുകയാണ്. അപ്പോൾ അവിടെ എല്ലാം ഇങ്ങനെ JCB കൊണ്ട് മാന്തി ഇങ്ങോട്ടിടുന്നു. കല്ല് അവിടെ കിടക്കുന്നു, ഇവിടെ കിടക്കുന്നു. 2 വീലറുകാർ വളരെ ശ്രദ്ധിച്ചു പോയില്ലെങ്കിൽ തോട്ടിൽ പോകും. അതേ രീതിയിലാണ് കിടക്കുന്നത്. ഇടിയുന്ന സ്ഥലമാണ്. അപ്പോൾ അതുവഴിയാണ് ഞാൻ ട്യൂഷന് പോകുന്നത്. അപ്പം ഒരു ദിവസം ചെന്നപ്പോഴത്തേക്കും ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അപ്പം പിന്നെ തിരിച്ച് വന്നപ്പോഴത്തേക്കും അപ്പുറത്തെ വീട്ടിൽ കൂടെ കയറുന്നു. എപ്പോഴും അതുവഴിയൊന്നും പോകുന്നത് ശരിയാകത്തില്ല. അവിടെയും അഴുക്കൊക്കെ ഉണ്ട്. അപ്പോൾ ഇന്ന് ഞാൻ പിന്നെ അതുവഴി തന്നെ പോയി. വലിയ കുഴപ്പമില്ല, നടക്കാൻ പറ്റും. പക്ഷേ നിറച്ച് ചള്ളയാണ്. വളരെ കെയർഫുള്ളായിട്ടിരിക്കണം. കഴിഞ്ഞു. അപ്പോൾ ഇന്ന് സാറിൻ്റെ കുട്ടികളുടെയൊക്കെ സ്കൂളിൽ പരിപാടിയാണ്. അപ്പം സാറ് അവിടെ ആയതുകൊണ്ട് കുറച്ച് കുട്ടികൾക്ക് ക്ലാസ് വെച്ചിട്ടില്ല. എൻ്റെ വിഷയമുള്ളവർക്ക് മാത്രമേ വെച്ചിട്ടുള്ളൂ. അപ്പം ഞാൻ ചെന്നു. എൻ്റെ ക്ലാസ്സിൽ തന്നെ വന്നത് കുറച്ച് കുട്ടികൾ മാത്രമേ ഉള്ളൂ. അപ്പം ഈ മഴയായാലും ബുദ്ധിമുട്ടായിട്ട് ഇത്രയും ദൂരം എന്നായാലും കുട്ടികൾ വന്നല്ലോ. അപ്പം വരാത്തവരെല്ലാം നല്ലവർ, വന്നവർ മോശക്കാർ, ആ ഒരു രീതിയിലോട്ട് മാറണ്ട എന്ന് കരുതിയിട്ട് ഞാൻ പക്ഷേ ഇന്ന് ക്ലാസ് എടുത്ത്. മാത്സാണ്. മാത്സിൻ്റെ തുടക്കമൊക്കെ പറഞ്ഞു. കുറേ കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന ഭാഗങ്ങളൊക്കെ ഇന്ന് ഞാനിതെല്ലാം ക്ലാസ് എടുത്തു. അപ്പം ഞാൻ എന്നിട്ട് അവരോട് പറഞ്ഞു, ഞാൻ ഇത്രയൊന്നും എടുക്കണമെന്ന് ഇന്ന് ബോർഡിലൊക്കെ ചെയ്യിപ്പിച്ചൊക്കെ എടുത്തത്. ഞാൻ പറഞ്ഞു, നിങ്ങൾ ഇപ്പോൾ ഈ മഴയത്ത് വളരെ ബുദ്ധിമുട്ടി അല്ലേ, നിങ്ങളുടെ വീട്ടുകാരാണോ കൊണ്ടുവിടുന്നത്. അപ്പം ബുദ്ധിമുട്ടി ഇവിടെ വരുമ്പം ഇവിടെ ഉള്ളവർ പഠിപ്പിച്ചില്ലെങ്കിൽ വന്നവർ മണ്ടന്മാരും വീട്ടിലിരിക്കുന്നവർ മിടുക്കന്മാരും ആയിപ്പോവും എന്ന് പറഞ്ഞാൽ എന്നാൽ ഉള്ളവരായാലും മതി, നമുക്കത്. പിന്നെ അപ്പോൾ ഒരു കുട്ടിയുടെ അമ്മമ്മയാണ് കൊണ്ടുവിട്ടത്. അപ്പോൾ ഇന്ന് ഫീസും ഒക്കെ ആയിട്ടാണ് വന്നത്. അപ്പോൾ സാറില്ലാത്തതുകൊണ്ട് എന്നെ ഏൽപ്പിച്ചു. വലിയ ഇതൊന്നുമുള്ള ആളുകളൊന്നുമല്ല. പക്ഷേ അപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ടും ഒരു ഫീലിംഗ് ആയിപ്പോയി. അപ്പം ആ കുട്ടിയെ കൊണ്ട് തന്നെ ഇന്ന് ഞാനെല്ലാം പറയിപ്പിക്കുകയൊക്കെ ചെയ്തു മാത്സിൻ്റെ. ചില സന്ദർഭങ്ങളിൽ ഇങ്ങനെ നമുക്ക് സംഭവിക്കാറുണ്ട്. ചിലർ തന്നിട്ടില്ലേ ഭയങ്കര ക്യൂ ആയിരിക്കും. നമ്മൾ ഓർഡർ അനുസരിച്ചൊക്കെ നിൽക്കും, ക്യൂവിൽ കറക്റ്റ് ചെയ്യും. ചിലരെന്ത് ചെയ്യുമെന്നറിയാം, ഇവരുടെ ആരെങ്കിലും അറിയാവുന്നൊരു ക്യൂവിനകത്തിലുണ്ടെങ്കിൽ അവിടെ കയറി നിൽക്കും. സൈഡിൽ ചെന്ന് ആദ്യം വർത്താനം പറഞ്ഞ് ഇങ്ങനെ നിൽക്കും. കുറേ നേരം നിന്ന് കഴിയുമ്പോഴത്തേക്കും പിന്നെ ഇവരുടെ പുറകെ ഇവരങ്ങ് കയറും. അങ്ങനെ നമുക്ക് ക്യൂവിലൊക്കെ ഉള്ള ഒരുപാട് പ്രശ്നം. പിന്നെ അതുപോലെ നമ്മളിപ്പോൾ ഡോക്ടറിനെ കാണാൻ വേണ്ടി ചെല്ലുമ്പോൾ അവിടെ ഒരു ഓർഡർ കാണും വന്നവരുടെ അനുസരിച്ച്. ചിലരെന്ത് ചെയ്യും, ഈ ഓർഡറൊന്നും നോക്കാതെ അങ്ങ് കയറിപ്പോവും. അങ്ങനെയൊക്കെ ഒരുപാട് നമുക്കിതിപ്പം ചിലപ്പോൾ ഇറിറ്റേഷൻ തോന്നും, ഇതെന്താണ് ഇങ്ങനെയൊക്കെ കാണിക്കുന്നതെന്ന്. പലപ്പോഴും ഇപ്പം എനിക്കായാലും അങ്ങനെ പറ്റിയിട്ടുണ്ട്. നമ്മളിങ്ങനെ അടുത്ത് നമ്മളെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഇടിച്ച് വേറെ ആൾ ഇടിച്ചങ്ങ് കയറും. ചിലപ്പം ചുമ്മാ കള്ളമൊക്കെ പറഞ്ഞ് കയറുന്നുണ്ട്. ഇപ്പം നമുക്ക് എന്തെങ്കിലും ഒരു വയ്യാഴിക കൊച്ചുകുഞ്ഞോ അപ്പം എന്നൊക്കെ നമുക്ക് അംഗീകരിക്കാൻ പറ്റും. പക്ഷേ ഇതൊന്നും ഇല്ലാതെ എനിക്ക് നേരത്തെ വീട്ടിൽ പോകണമെന്നുള്ള ലക്ഷ്യത്തോടു കൂടി ഇല്ലാത്ത കാര്യങ്ങളൊക്കെ പറഞ്ഞ് കയറുന്നവരൊക്കെ ഉണ്ട്. അപ്പം അത്തരത്തിൽ ഇന്ന് വന്ന കുട്ടികൾ ആർക്കും ഒരു ഫീൽ ചെയ്യരുതെന്ന് വിചാരിച്ചിട്ട് ഞാൻ ഇന്നേതെല്ലാം ക്ലാസ്സൊക്കെ എടുത്തു. നല്ല മഴയാണ്. അപ്പം ഇടയ്ക്ക് കറണ്ട് പോവും വരും. അപ്പം നമുക്ക് ബൾബൊക്കെ ഉണ്ട്, അതിനുള്ള എമർജൻസി ബൾബൊക്കെ ഉണ്ട്. പോകുന്നതിന് സമയത്ത് ഒറ്റ ബൾബ് ഇട്ടിട്ട് ബാക്കിയെല്ലാം ഓഫ് ചെയ്ത് ഞങ്ങളിങ്ങനെ ഇരിക്കുകയാണ്. ഒരു കുട്ടിയുള്ളൂ, അതിനെ വിളിക്കാൻ വന്നില്ല. അപ്പോൾ കറണ്ട് അങ്ങ് പോയി, ഫുള്ളിരുട്ട്. പിന്നെ ഫോണിൽ ടോർച്ച് എടുത്തിട്ട് പിന്നെ പോയി എമർജൻസിയുടെ ലൈറ്റ് ഇട്ട് അതിന് പിന്നെ ഓഫ് ചെയ്തിട്ടൊക്കെ താഴോട്ട് വന്ന് കറണ്ട് വന്നു കഴിഞ്ഞപ്പോഴാണ് പോകുന്നത്. കാരണം മഴയുണ്ട്, ഇരുട്ടുമാണ്, കറണ്ടും ഇല്ലെങ്കിൽ ഭയങ്കര പാടാണ്. ഒന്നാമത് ഈ റോഡെല്ലാം ഇങ്ങനെ ചെറിയ ചെറിയ കുഴികളായിട്ടുണ്ട്. അപ്പം വണ്ടിക്കാർ വന്ന് സ്പീഡിൽ പോകുമ്പോൾ നമ്മുടെ ദേഹത്തോട് തെറിച്ച് വീഴും. അപ്പം നമ്മൾ നോക്കിയും കണ്ടും ഒക്കെ നടന്നില്ലെങ്കിൽ അപകടമാണ്. ഈ ഇരുട്ടത്ത് ഈ കുഴിക്കകത്തിലായിരിക്കും നമ്മൾ ചെന്ന് വീഴുന്നത്. ചെറിയ കുഴിയാണെങ്കിലും നമുക്ക് കാലൊക്കെ ഉളുക്കാൻ അത് തന്നെ ധാരാളമാണല്ലോ. അങ്ങനെയായാലും ക്ലാസ് കഴിഞ്ഞു. ഞാൻ ഇങ്ങനെ നോക്കിയപ്പം വലിയൊരു കടയുണ്ട് അവിടെ പച്ചക്കായൊക്കെ വന്നിട്ടുണ്ട്. പച്ചക്കായ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വറക്കാനുള്ള കായ. അപ്പം കുറേയൊക്കെ തീർന്നിട്ടുണ്ട്, അതിനകത്തുനിന്ന് എടുത്തിട്ടുണ്ട്. അപ്പം ഞാൻ ദൂരെ നിന്ന് നോക്കുമ്പോൾ എനിക്കത് കാണാം. അപ്പം ഞാനിങ്ങനെ വന്നിട്ടുണ്ടോ എന്നിങ്ങനെ നോക്കിയതാണ്. അപ്പം കുറേയധികം ആൾക്കാർ വാങ്ങിച്ചിട്ടുണ്ട്. അപ്പം എല്ലാവരും വറക്കാനൊക്കെ ഉള്ള തയ്യാറെടുപ്പിലും മറ്റുമാണ്. പിന്നെ ഒരു കാര്യം കൂടെ പറയാമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ 2 കുട്ടികളല്ലാതെ പഠിപ്പിക്കുന്നുണ്ട്. ഒരു ഇംഗ്ലീഷ് മീഡിയമാണ്, CBSE-കാരാണ്.
കുറച്ച് ഗ്രാമറുണ്ട് അവർക്ക്. ഫസ്റ്റ് സെക്കൻഡ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇംഗ്ലീഷ് കിടക്കുന്നത്. അതിൽ ഫസ്റ്റ് എന്ന് പറയുന്നത് ഗ്രാമറാണ്. അപ്പം നമ്മളൊരു പരീക്ഷ അല്ലെങ്കിൽ ക്ലാസ് എടുക്കുമ്പോഴത്തേക്കും നമ്മൾ അപ്പോൾ പഠിപ്പിക്കുന്ന അനുസരിച്ച് പോകും. ഞാൻ ഈ കുട്ടികളെ 1 തൊട്ട് പഠിപ്പിക്കാം, വേർഡ് ലെറ്റേഴ്സ് തൊട്ട് പഠിപ്പിക്കാമെന്ന് വെച്ചാൽ ആ രീതിയിൽ ഇങ്ങനെ എടുത്തു നോട്ട് കൊടുത്ത് ഇങ്ങനെ വരികയാണ്. അവർ ബുക്കിലുള്ളത് കാണാൻ പഠിക്കാനും പറഞ്ഞില്ല, പക്ഷേ ഇത് ഇന്നതാണ് എന്ന് അവർക്ക് മനസ്സിലാവാട്ടെ എന്ന് വിചാരിച്ചു. അപ്പം ഞാനത് ഇന്നെടുക്കാമെന്ന് വിചാരിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും ഒരു കുട്ടിയുടെ അമ്മ ഇങ്ങനെ പറഞ്ഞു, ഇങ്ങനെയൊക്കെ ഇതെടുത്താൽ മതി, അതെടുത്താൽ മതി. അപ്പം ഞാനങ്ങോട്ട് പറഞ്ഞു, ഞാൻ ഇങ്ങനെയാണ് ഉദ്ദേശിക്കുന്നത്. വെക്കേഷൻ ടൈം അല്ലെങ്കിൽ വെക്കേഷൻ ക്ലാസ് എന്ന് പറയുമ്പോൾ നമുക്ക് ലാംഗ്വേജും ഈ മാത്സും ആണ് പ്രാധാന്യം, എഴുതാനും വായിക്കാനും പഠിക്കുക അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ. അപ്പം ഞാൻ പറഞ്ഞു, ഞാൻ ഈ വെക്കേഷൻ ടൈമിൽ ഇങ്ങനെയാണ് ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞ് കുറച്ച് ഇന്ന് ഗ്രാമർ എടുക്കുമെന്ന് പറഞ്ഞപ്പോഴത്തേക്കും അത് വേണ്ട, അതെടുക്കണം, ഗ്രാമർ എടുക്കണ്ട കേട്ടോ, ഗ്രാമറൊന്നും എടുക്കണ്ട, പിന്നെ അത് ഇപ്പോൾ ടേബിൾ പഠിപ്പിച്ചാൽ മതി, അതും എഴുതാൻ പറയണ്ട, ചൊല്ലിക്കൊണ്ടേ ഇരിക്കാൻ പറയണം, ചൊല്ലിക്കൊണ്ടേ ഇരുന്ന് പഠിപ്പിക്കണം, അങ്ങനെ ഇത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുറേ ഇതായി. ഇപ്പോൾ എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ പഴയ സ്വഭാവത്തിനായിരുന്നെങ്കിൽ ഞാൻ പറഞ്ഞെങ്കിൽ എനിക്കിങ്ങനെ പഠിപ്പിക്കാൻ പറ്റുള്ളൂ, നിങ്ങൾ ആരെയാന്ന് വെച്ചാൽ വേറെ നോക്കും. കാരണം നമ്മുടെ അടുത്ത് ഇങ്ങോട്ട് പുറകെ കുറേ പ്രാവശ്യം പറഞ്ഞതിന് ശേഷമാണ് നമ്മൾ നിഷേധിക്കേണ്ടെന്ന് കരുതി നമ്മൾ അംഗീകരിച്ചത്. അപ്പം അത് അംഗീകരിച്ച് കഴിയുമ്പം പിന്നെ നമ്മൾ മോങ്കുട്ട ഇത് പഴയ വെള്ളമാണ്, ഇത് മോശം വെള്ളമാണ്, അത് പുതിയ വെള്ളത്തിലോട്ട് ഒഴിക്കണ്ട, ചീത്തയായിപ്പോൾ. ഇത് കുഞ്ഞിനെ മൈക്കല്ലേ, മൈക്ക് വെച്ച് സംസാരിക്കുക, നമുക്ക് മൈക്കിൽ കൂടെ പാട്ട് പാടേണ്ടതല്ലേ. മൈക്ക് വെച്ച് പാട്ട് പാടി, ഇതവിടെ പോയിരുന്നു പൂവിളി പാട്ട് പാടിച്ചേ. അപ്പോൾ അപ്പോൾ എന്നിട്ട് പിന്നെ ഇതിങ്ങനെ ഞാൻ ഇതെടുത്താൽ മതി, അതെടുത്താൽ മതി. അപ്പോൾ ഞാൻ ഇത്രയും നാളും വിചാരിച്ചത് ഈ എക്സാമൊക്കെ ആകുമ്പോഴത്തേക്കും പറയും, അത് അവരും കൂടെ പഠിപ്പിക്കുമല്ലോ, വീട്ടുകാരും കൂടെ പഠിപ്പിക്കുന്നതുകൊണ്ട് അവർക്കറിയാമല്ലോ തൻ്റെ കുട്ടി എത്ര പഠിക്കുന്നുണ്ട് പഠിച്ചില്ല എന്നൊക്കെ. അപ്പോൾ അതിനനുസരിച്ചായിരിക്കും മുന്നോട്ട് പോകുന്നതെന്ന് വിചാരിച്ചാൽ അന്നൊക്കെ എൻ്റെ അടുക്കെ ഈ നിർദ്ദേശങ്ങൾ പറയുമ്പോഴത്തേക്കും ഞാനതിന് അവരുടെ ഒരു മക്കളെക്കുറിച്ച് പഠിക്കുന്നതിനെക്കുറിച്ചും അവരുടെ എക്സാമിൻ്റെയൊക്കെ ഒരു ടെൻഷനായിരിക്കും എന്ന് കരുതി ഞാൻ അന്ന് വലിയൊരു ഇതുണ്ട്. പക്ഷേ ഈ വെക്കേഷൻ ടൈമിലും നമ്മളിപ്പോൾ സമയം അഡ്ജസ്റ്റ് ചെയ്യാണ്, ആ ഒരു ടൈം അഡ്ജസ്റ്റ് ചെയ്ത് നമ്മൾ ചെല്ലുമ്പോഴും നമ്മളോട് ഇങ്ങനെ ഒരു നിർദ്ദേശങ്ങൾ പറയുമ്പോൾ നമ്മൾ ഇതൊന്നും അറിയാതെ ആദ്യമായിട്ട് ക്ലാസ് എടുക്കുന്ന രീതിയിൽ ഉള്ള ആൾക്കാരോട് സംസാരിക്കുന്ന പോലെ ഇതുപോലെ ഒരിക്കലും സ്കൂളിൽ ചെന്നിട്ട് പറയാൻ പറ്റത്തില്ല അല്ലേ. അവർ നമുക്ക് തരുന്ന ഇത്ര സംഖ്യയേ ഉള്ളൂ, അത് വെറുതെ ഒന്നും അല്ലല്ലോ തരുന്നത്. നമ്മൾ കുറേ നേരം അവരുടെ ഒപ്പം ഇരുന്ന് നമ്മുടെ സമയം ചിലവഴിക്കുന്നത് കൊണ്ടാണ് നമുക്ക് ശമ്പളം തരുന്നത്. പക്ഷേ ഈ വെക്കേഷൻ ടൈമിൽ നമുക്ക് അന്നേ ഞാൻ പറഞ്ഞു ഇവർക്ക് ഇതൊക്കെയാണ് ഇവരുടെ പ്രശ്നം, അപ്പോൾ ഇതൊക്കെ നമ്മൾ നികത്തി പോകണം, ഇങ്ങനെയൊക്കെ ചെയ്യണം എന്നൊക്കെ ഞാൻ പറഞ്ഞിരുന്നു. പക്ഷേ ഈ വെക്കേഷൻ ടൈമിൽ എത്തിയപ്പോൾ അവർ പറയുന്നത് മാത്രം പഠിപ്പിച്ചു. അങ്ങനെ ഞാൻ ഇന്ന് ഗ്രാമർ ഇങ്ങനെ തുടങ്ങിയിട്ട് ബുക്ക് എടുക്കാനൊക്കെ പറഞ്ഞ് ബുക്കൊക്കെ എടുത്ത് തുടങ്ങിക്കഴിഞ്ഞപ്പോഴാണ് എനിക്ക് വോയിസ് വന്നത്. അപ്പം ഞാൻ പറഞ്ഞു ഓക്കെ എന്ന് പറഞ്ഞു. എന്നിട്ട് ഞാൻ പിള്ളേരോട് പറഞ്ഞു, ഇപ്പം നിങ്ങളുടെ വീട്ടുകാർ പറയുന്നത് ഇങ്ങനെയാണ്, ഇത് വേണ്ട, ഇതൊക്കെ പഠിക്കുക. അപ്പം ഞാൻ ഒരു കാര്യം ചെയ്യുന്ന ഗ്രാമർ എടുക്കുന്നില്ല, നിങ്ങളതൊക്കെ പഠിച്ചാൽ മതി എന്ന് പറഞ്ഞ് ഞാൻ വീണ്ടും ടേബിളിലേക്ക് പോയി. എന്നിട്ട് ഞാൻ ഇവർക്ക് പഠിക്കാനുള്ള ടെക്സ്റ്റിൽ നമുക്കൊരു ഇത് കാണുമല്ലോ, ഇൻഡെക്സ് എന്ന് പറഞ്ഞു. അപ്പോൾ അത് ഞാനിങ്ങനെ ഫോട്ടോ എടുത്തിട്ട് അയച്ചു കൊടുത്തു. കാരണം അറിയാൻ വയ്യാഞ്ഞിട്ടല്ല എന്നുള്ളത് നമ്മളും പോകുന്നത്. ഇത്ര ഇവർക്ക് പഠിക്കാനുള്ളതാണ് ഗ്രാമർ. ഒരു പുസ്തകം മൊത്തം ഗ്രാമറാണ്, അത് ഫസ്റ്റ് മൊത്തം ഗ്രാമർ, സെക്കൻഡാണ് ഈ പോയവും സ്റ്റോറിയൊക്കെ വരുന്നത്. അപ്പം ഞാൻ അടുത്ത് അയച്ചു കൊടുത്തപ്പോഴത്തേക്ക് ഉടനെ തമ്പ് കാണിച്ചു, ഓക്കെ എന്നുള്ളത് കാണിച്ചു. അപ്പം ഞാൻ ഓർക്കുന്നത് അവർ ഇത് ശ്രദ്ധിക്കാതെ ഞാൻ എടുക്കണ്ട എന്ന് പറഞ്ഞെടുത്ത് പിന്നെ ഞാൻ എന്തിനാ വെറുതെ ഈ ഗ്രാമർ പഠിപ്പിക്കുക എന്നൊക്കെ പറയുന്നത് നിസ്സാര കാര്യമല്ല. അപ്പോൾ ഞാൻ പറഞ്ഞു ഹെവി ആയിട്ടുള്ളതൊന്നും അല്ല, സിമ്പിളായിട്ടുള്ളതാണ്. കാരണം ഇവർക്ക് ഈ ഗ്രാമറിലെ ചില കാര്യങ്ങൾ പഠിച്ചില്ലെങ്കിൽ, പ്രത്യേകിച്ച് ഒരു ടെക്സ്റ്റ് തന്നെ ഉള്ളപ്പം കുറച്ചെങ്കിലും കാര്യങ്ങൾ അവർ മനസ്സിലാക്കി പഠിച്ചില്ലെങ്കിൽ പിന്നെ അതുകൊണ്ടൊരു പ്രയോജനമില്ല. ഇതൊക്കെ മനസ്സിലാക്കേണ്ട കാര്യങ്ങളാണ്. അതുകൊണ്ടാണ് നമ്മളൊരു കൂടുതൽ ആത്മാർത്ഥത എടുത്തപ്പോൾ അത് അവർക്കത് വേണ്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഫ്രീ ആയില്ലേ. അവരെ സംബന്ധിച്ച് അവരിങ്ങോട്ട് കൊണ്ടുവരുന്ന നോട്ട് കാണാതെ പഠിക്കുക, കാണാതെ പഠിച്ച് എഴുതി കാണിക്കുക, ഇത് മാത്രമേ ഉള്ളൂ. ആരെയാ പേടി മോങ്കുട്ട? അതേ പക്കി വന്ന് അവിടെ തട്ടുന്നതാണ്. വണ്ടില്ലേ, വണ്ട് വന്ന് നമ്മുടെ ഈ ജനലിൻ്റെ ഗ്ലാസ് ഇല്ലേ മോങ്കുട്ട, ഇത് കണ്ടോ ഒരു വണ്ട് കിടന്ന് തപ്പുന്നുണ്ടോ? ദേ ഇങ്ങനെ വന്ന് തട്ടുന്ന, ദേ ഇങ്ങോട്ട് നോക്കി
കണ്ട അതേപോലെ അത് വന്ന് ഗ്ലാസ്സിൽ തട്ടുന്ന ശബ്ദമാണ് കുഞ്ഞ് കേട്ടെ. ആ കുഞ്ഞ് പേടിച്ചു പോയോ? അമ്മയല്ലേ ഇവിടെ ഇരിക്കുന്നേ? ഇതുപോലെ തട്ടുന്നതാ മമ്മൂട്ട. അവിടെ ഒരു കണ്ട കണ്ട ഒരു പ്രാണി വന്ന് തട്ടുന്ന കണ്ട. ഞാൻ അകത്തോട്ട് കയറാൻ വേണ്ടി നോക്കുമോ വെട്ടമുള്ളത് കൊണ്ട്. അത് വന്ന് തട്ടുന്ന സൗണ്ടാണ് കുഞ്ഞ് കേട്ടത്. ആ അതിന് കുഞ്ഞ് പേടിക്കണ്ടേ? അയ്യേ മോങ്കുട്ടൻ ചമ്മിപ്പോയേ കൂ. എല്ലാവരും പേടിച്ചില്ല, മോങ്കുട്ടൻ മാത്രമേ പേടിച്ചുള്ളൂ. എനിക്ക് പേടിയില്ലായിരുന്നു. മോങ്കുട്ടനെ പേടിച്ച് എനിക്ക് പേടിയാന്നും പറഞ്ഞുകൊണ്ട് വന്നത്. പാത്തുമ്മേ കൈ ഒരാളിവിടെ സൗണ്ട് കേട്ട് പേടിച്ചുകൊണ്ട് തടിമുട്ടിയോ? ഇത് ആരാണ്? എൻ്റെ സുന്ദരിയാണോ? അതിനിടയ്ക്ക് അവളും വരും ഓരോന്ന് പറഞ്ഞിട്ട്. അപ്പം ഞാനപ്പം തീരുമാനിച്ചു ഇനി ഇല്ല അവരെന്ത് പറയുന്നു അത്. അപ്പം വേറൊരു രക്ഷിതാവ് എനിക്കപ്പം വോയിസ് അയച്ച്, ഞാൻ പറഞ്ഞതേ ഉള്ളൂ, എങ്ങനെയാണോ പഠിപ്പിക്കേണ്ടത് ആ രീതിയിൽ തന്നെ പഠിപ്പിച്ചോളൂ, പണ്ടത്തെ പോലെ നല്ല വ്യത്യാസമുണ്ട് കുട്ടിക്ക് എന്നൊക്കെ പറഞ്ഞു. ഞാൻ പറഞ്ഞു ശരിയെന്ന് പറഞ്ഞു. അപ്പം ഞാൻ മലയാളമൊക്കെ ആണെങ്കിലും എടുക്കുകയാണെങ്കിൽ ഇവർക്ക് വായിക്കാനും എഴുതാനും ബുദ്ധിമുട്ടുണ്ടല്ലോ. എന്തോ